റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ തിന്മ. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴി കഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. റോമ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ പഠന പരമ്പരയുടെ 8ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് തിന്മ? ആത്യന്തികമായി തിന്മ എന്താണ് പരമമായ ഈവിൾ? ദൈവത്തെ നഷ്ടപ്പെടുക എന്നതാണ് ആത്യന്തികമായി തിന്മ എന്ന് പറയുന്നത്. ദൈവീക ജീവനിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് തിന്മ. കർത്താവിനോടുകൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവന് അത് സാധിക്കാതെ വരുന്ന സാഹചര്യമാണ് തിന്മ. ഈ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജീവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ നിത്യജീവൻ സ്വന്തമാക്കാതെ പോകുന്നതാണ് തിന്മ എന്ന് പറയുന്നത്. ദൈവമേ, നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് പടിപടിയായി അധപ്പതിച്ചത്, വീണുപോയത് എന്ന് പറയുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. റോമ 1:18. മനുഷ്യൻ്റെ തിന്മയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. അവർക്കറിയാം, പ്രകൃതിയിലൂടെ അറിഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നതെന്നറിയാം. എങ്കിലും എന്താണ് തിന്മ? അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി ആരാധിക്കുവാനോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനോ അവർ തയ്യാറായില്ല. ഇതാണ് മനുഷ്യൻ്റെ അധപ്പതനം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ തിന്മ എന്ന് പറയുന്നത്.
ഇതുപോലെ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ തയ്യാറാകാതിരുന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് വചനം തുടർന്ന് പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:24 മുതൽ. അതുകൊണ്ട്, അതായത് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട്, ദൈവത്തോട് ഒട്ടി നിൽക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട്, അവിടത്തേക്ക് നന്ദി പറയാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അതായത് ദൈവം അവർക്ക് സംരക്ഷണം നൽകിയില്ല. ദൈവം അവരെ അവരുടെ പ്രലോഭനങ്ങളിൽ നിന്ന്, ജഡത്തിൻ്റെ ദുരാഗ്രഹങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകിയില്ല, അവർക്ക് സംരക്ഷണം നൽകിയില്ല. അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് അവർക്ക് കൃപ കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, വലിയൊരു ചിന്തയാണിത്. ദൈവം ആരെയും നശിപ്പിക്കുന്നില്ല, പക്ഷേ ദൈവം അവർക്ക് സംരക്ഷണം കൊടുത്തില്ല. ദൈവം നമ്മെ കാത്തു രക്ഷിച്ചില്ലെങ്കിൽ, അവിടുത്തെ സംരക്ഷണം ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സ്രഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമ 1:29. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, തിന്മയാണിത്. എങ്ങനെയാണ് തിന്മയായത്? ദൈവത്തെ അറിയുന്നത് അവർ ഉപേക്ഷിച്ചു. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം അവർ വേണ്ട എന്ന് വെച്ചു. ദൈവത്തെ അറിയാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വചനം പറയുകയാണ്, ശാന്തനാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അതായത് ദൈവത്തെ അറിയാനുള്ള ഒരു കൃപയും അവസരവും ദൈവം നമുക്ക് നൽകുകയാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ അറിയുന്നത്? പ്രകൃതിയിലൂടെ ദൈവത്തെ അറിയാൻ സാധിക്കും. കർത്താവിൻ്റെ വലിയ ശക്തി പ്രകൃതിയിലൂടെ വെളിപ്പെടുന്നുണ്ട്. വചനത്തിലൂടെ ദൈവത്തെ അറിയാൻ കഴിയും. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിയാൻ കഴിയും. അവിടുത്തെ സ്വഭാവം അറിയാൻ കഴിയും. അതുപോലെ ദൈവത്തിൻ്റെ ജനത്തിലൂടെ ദൈവത്തെ അറിയാൻ കഴിയും. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ അറിയാൻ കഴിയും. ഈശോ മിശിഹായുടെ ജീവിതത്തിലൂടെ ദൈവത്തെ അറിയാൻ കഴിയും. ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. തിന്മ എന്ന് പറയുന്നത് ദൈവത്തെ അറിയാതിരിക്കുകയാണെങ്കിൽ, അതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നതാണ്. ദൈവമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന.
പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഈ പഠന പരമ്പരയുടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ 8 ഭാഗങ്ങളിലായി നമ്മൾ പഠിച്ചത് ഈ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളാണ്. ഈ പ്രാർത്ഥനയിലെ 7 യാചനകളാണ്. ഈ 7 യാചനകളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവ സ്വഭാവമാണ് ഈ 7 യാചനയിലുമുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ പ്രാർത്ഥനയിൽ ഒരു ദേവാലയമുണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന പ്രാർത്ഥനയിൽ ഒരു ദേവാലയമുണ്ട്. കാരണം ദൈവത്തെ ആരാധിക്കാൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ നമുക്കൊരു ദേവാലയം വേണം. ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടട്ടെ എന്ന യാചനയിൽ ഒരു ദേവാലയമുണ്ട്. വചനം പ്രഘോഷിക്കപ്പെടാൻ, ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ, ക്രിസ്തുവിനെ അറിയാൻ ഒരു ദേവാലയം വേണം. ദൈവമേ, അങ്ങയുടെ തിരുമനസ് നിറവേറപ്പെടട്ടെ എന്ന യാചനയിൽ ഒരു ദേവാലയമുണ്ട്. ദൈവ മനസ്സ് വെളിപ്പെട്ട് കിട്ടുന്ന, ദൈവ മനസ്സിനനുസരിച്ച് നയിക്കപ്പെടുന്ന ഒരു ഇടം വേണം. അതിന് ഒരു ദേവാലയം വേണം. ദൈവമേ, അന്നന്ന് വേണ്ട നിത്യജീവന്റെ അപ്പം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയിൽ ഒരു ദേവാലയമുണ്ട്. കാരണം ദിവ്യകാരുണ്യം എടുത്തു വാഴ്ത്തി വിഭജിച്ച് വിതരണം ചെയ്യപ്പെടാൻ ഒരു ആലയം വേണം. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഒരു ദേവാലയമുണ്ട്. കാരണം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൻ്റെ പാപമോചനം നേടാൻ ഒരു കുമ്പസാരക്കൂടുള്ള ദേവാലയം വേണം. ദൈവമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ കാക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഒരു ദേവാലയമുണ്ട്. ദൈവം വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന ഒരിടം ലഭിക്കുവാൻ നമുക്ക് ഒരു ദേവാലയത്തിൻ്റെ ചുമരുകൾ വേണം. ദൈവത്തെക്കുറിച്ചറിയാൻ, ദൈവമേ, അങ്ങേ അറിയാതിരിക്കുന്ന തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഒരു ദേവാലയമുണ്ട്. കാരണം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന്, അനുഭവിക്കുന്നതിന് ഒരിടം വേണം. അതൊരു ദേവാലയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ ഒരു പുരോഹിതനുണ്ട്. കാരണം ദൈവത്തിൻ്റെ രാജ്യത്ത് നിരന്തരം മഹത്വപ്പെടുത്തുന്ന ആരാധനയ്ക്ക് നേതൃത്വം നൽകാൻ, കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, ജനത്തെ നയിക്കാൻ ഒരു പുരോഹിതൻ്റെ ആവശ്യമുണ്ട്. ദൈവമേ, നിന്റെ നാമം പൂജിതമാക്കണമേ എന്ന പ്രാർത്ഥന ഒരു പുരോഹിതന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് പുരോഹിതരെ തരണമേ. ദൈവമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയിലും ഒരു പുരോഹിതനുണ്ട്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഞങ്ങൾക്ക് പുരോഹിതരെ നൽകണമേ. ദൈവമേ, അങ്ങയുടെ തിരുമനസ് നിറവേറട്ടെ എന്ന പ്രാർത്ഥനയിൽ പുരോഹിതനുണ്ട്. കാരണം ദൈവമേ, അങ്ങയുടെ തിരുമനസ് എന്താണെന്ന് ജനത്തിന് വെളിപ്പെടുത്തി തരുന്ന പുരോഹിതരെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയിൽ പുരോഹിതനുണ്ട്. ഓരോ ദിവസവും അനുദിന ബലിയിൽ അപ്പം വാഴ്ത്തി വിഭജിച്ച് ഈശോയുടെ ശരീരമാക്കി ഞങ്ങൾക്ക് നൽകുന്ന പുരോഹിതനെ തരണമേ. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയിൽ പുരോഹിതനുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ കേൾക്കാൻ, അതിന് പ്രാശ്ചിത്തം നൽകാൻ, ഞങ്ങൾക്ക് പാപമോചനം നൽകാൻ പുരോഹിതരെ നൽകണമേ. ദൈവമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ കാക്കണമേ എന്ന പ്രാർത്ഥനയിൽ പുരോഹിതനുണ്ട്. കാരണം പ്രലോഭനങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ, ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് പുരോഹിതരെ നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതരെ നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. ദൈവമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയിലും ഒരു പുരോഹിതനുണ്ട്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കാൻ ഞങ്ങൾക്ക് പുരോഹിതരെ നൽകണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ നയിക്കുകയാണ്. കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്.
നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയപ്പെടട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ തിരുമുഖം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അനുദിനം നമ്മുടെ അപ്പമായി മാറുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്നവനായ ദൈവം, പാപങ്ങൾ ക്ഷമിക്കുന്നവനായ ദൈവം, നമുക്ക് സംരക്ഷണമായി മാറുന്ന ദൈവം, എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നവനായ നിത്യജീവന്റെ ഉറവിടമായ ദൈവം, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.